നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു കല്യാണ വീഡിയോ, അതായത് ഒരു ചാരിറ്റി വീഡിയോ ചെയ്തിരുന്നു. അതായത് രണ്ട് കാലും നഷ്ടപ്പെട്ട അയ്യപ്പേട്ടന്റെ മകളുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിൽ നമുക്ക് വന്ന പണം എന്ന് പറയുന്നത് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസുകളായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ്, അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമേ പറയാനുള്ളത്, ഈ വീഡിയോയിൽ സഹായിച്ച് സഹകരിച്ച് ഷെയർ ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും 1000 നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കല്യാണം ഇത്രക്കും ഭംഗിയായി നമുക്ക് നടത്താൻ സാധിച്ചത് എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. പിന്നെ വിവാഹമായിരുന്നു, കെട്ടിക്കുന്ന വിവാഹമായിരുന്നു. അപ്പൊ നമുക്ക് കല്യാണ പന്തലിൽ കിട്ടിയ പണത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. മൊത്തം നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന പണം എന്ന് പറയുന്നത് 5,57,006 രൂപയാണ് മൊത്തം നമുക്ക് പണമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 1,79,202 രൂപ, അതായത് അമ്പല കമ്മിറ്റി, നമ്മളിവിടെ ഉള്ള അമ്പല കമ്മിറ്റി ഇവരുടെ കയ്യിൽ കൊടുത്തത് ഉൾപ്പെടെയുള്ള പൈസയായിട്ട് നമ്മൾ അവിടെ ബുക്കിൽ എഴുതിയതും ആളുകൾ കവറിലൂടെ കൊടുത്ത പൈസയുമായിട്ടുള്ള പൈസയാണ് 1,79,202 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കല്യാണത്തിന്റെ ആ ഒരു ദിവസം, അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയ പണമായിട്ട് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ 3,77,804 രൂപ നമ്മളുടെ വീഡിയോ കണ്ട് വീഡിയോയിൽ സഹായിച്ച് സഹകരിച്ച ആളുകളാണ് ഈ പറയുന്ന ബാക്കി പണം തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ കറക്റ്റ് കണക്കുകളും കാര്യങ്ങളും നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ലെഡ്ജറിൽ, കമ്മിറ്റിയുടെ ലെഡ്ജറിൽ എഴുതിയ ആ കണക്കുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് മറുപടി ഞാൻ തരും, അതിലൊരു സംശയമല്ല. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത പണം അതിന്റെ വള്ളിപുള്ളി തെറ്റാതെ വളരെ കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി തരാനും ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ മുതൽ 25,000 രൂപ വരെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് അമ്പല കമ്മിറ്റി കൊടുത്ത 10,000 രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതടക്കാണ് നമുക്ക് വന്ന ആ 1,79,000 രൂപ എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള പൈസ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അനുഭാവി, നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെയുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്, ഒരു സ്കൂൾ ഗ്രൂപ്പാണ് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് ഒരു സഹോദരി, നമ്മളുടെ നാട്ടിലെ തന്നെ നമ്മൾ ഇതിന്റെ മുൻപ് കണ്ടിട്ടുണ്ടാവും, രാജേഷ് ഹവിൽദാർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം നമ്മളിവിടെ NFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെ ഗംഭീരമായിട്ട് സ്വീകരണം കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രാജേഷ്. അപ്പൊ രാജേഷിന്റെ കയ്യിൽ കൊടുത്ത പണമായിരുന്നു 5,000 രൂപ. അപ്പൊ ആ 5,000 രൂപ നമ്മളെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കിരണം വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് കരുവാരക്കുണ്ടിലെ കിരണം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്മളുടെ വീഡിയോ കണ്ട് ഒരു കുടുംബം നമുക്ക് സഹായമായി തന്നിട്ടുള്ളത് ഒരു കൈച്ചെയിനാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിന്റെ തൂക്കവും കാര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിന്റെ തൂക്കവും കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. അപ്പൊ അത് ഒരു ഡയമണ്ട് പതിച്ച ഒരു കൈച്ചെയിനാണ്. അവര് ആ കുട്ടിക്ക് സഹായമായിട്ട് കൊടുത്താണ്. അവരെ പേരോ ഡീറ്റെയിൽസോ ഫോട്ടോസോ ഒന്നും തന്നെ വെളിപ്പെടുത്തരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ്. കാരണം ഒരു കൈ കൊടുക്കുന്നത് മറു കൈ അറിയരുത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അവര് തന്നെ അവരുടെ സ്കൂൾ ഗ്രൂപ്പും അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പിൽ നിന്നൊക്കെ ആയിട്ട് അവർ പിരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 7,200 രൂപ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ കയ്യിൽ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്, പണമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ വള്ളിപുള്ളി തെറ്റാതെ നിങ്ങളുടെ മുൻപിലേക്ക് കണക്ക് അവതരിപ്പിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ എനിക്കോ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്കോ മറ്റുള്ളവർക്കോ ഒരു പേരുദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വള്ളിപുള്ളി തെറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് കണക്കുകൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇരിങ്ങാട്ടിയിലെ ജീനിയസ് ക്ലബ്ബ് എടുത്തു പറയേണ്ട ഒരു ക്ലബ്ബാണ്. കാരണം ഒരുപാട് ആളുകളെ കലാ സാംസ്കാരിക രംഗത്ത് അതേമാതിരി സാമൂഹിക രംഗത്ത് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാന് ഞങ്ങളുടെ തൊട്ടടുത്ത നാടായ ഇരിങ്ങാട്ടിയില് വളർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ജീനിയസ് ക്ലബ്ബ് ഇരിങ്ങാട്ടി, അവരുടെ ഇരിങ്ങാട്ടിയിലെ പള്ളിയിൽ നിന്ന്, ശനിയാഴ്ച ആയിരുന്നു നമ്മളുടെ കല്യാണം, വെള്ളിയാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പള്ളിയിൽ നിന്ന് പിരിച്ചതും ഈ ജീനിയസ് ക്ലബിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പിരിച്ചതുമായിട്ടുള്ള പണം എന്ന് പറയുന്നത് 20,000 രൂപ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കമ്മിറ്റിയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു ആവശ്യത്തിന് മുന്നിട്ട് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും ആദ്യം ആ ജീനിയസ് ക്ലബിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇതിനു മുൻപും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഞങ്ങൾ കമ്മിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകൾ 3 പള്ളികളിലായിട്ട്, ഒന്ന് എൻ്റെ നാട്ടിലെ, എൻ്റെ മഹലിലെ, എൻ്റെ നാട്ടിലെ
ചെറിയ പള്ളിയിൽ നിന്ന്, ഇരിങ്ങാട്ടൂർ എന്ന് പറയുന്നത് എൻ്റെ മഹലാണ്, അവിടുത്തെ വലിയ പള്ളിയിൽ നിന്നാണ് ജീനിയസ് ക്ലബ്ബ് പൈസ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ചെറിയ പള്ളിയിൽ നമ്മൾ ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്താ പറയുക, അതിൽ ഒരുവിധം ഈ കല്യാണ വീടിനോട് ചാരിലുള്ള വീട്ടുകാരാണ് ഈ പള്ളിയിൽ വരുന്ന ആളുകൾ. അപ്പോൾ അതിൽ നമുക്ക് 2000 ചില്ല രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാമ്പുഴ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 10,000 സംതിങ് ആണ്. അവിടെ കണക്ക് കൊടുക്കുന്ന സമയത്ത് 8,000 സംതിങ് ആണ് നമ്മൾ അവർക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എണ്ണി നോക്കുമ്പോൾ കിട്ടിയിരുന്ന പൈസ. നമ്മൾ മാമ്പുഴ പള്ളിയിൽ കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു 8,000 ചില്ല രൂപയാണ്. പക്ഷേ 10,000 ചില്ല രൂപ നമുക്ക് വീണ്ടും അവിടുന്ന് കമ്മിറ്റിക്കാരൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത്, ആളുകൾ ഇറങ്ങി പോകുന്ന സമയത്ത്, നമ്മൾ പണം എണ്ണി പോരുന്ന സമയത്ത് അവർ കുറച്ച് ആളുകൾ വീണ്ടും നമ്മളെ സഹായിച്ച് അങ്ങനെ 10,000 ചില്ല രൂപ മാമ്പുഴ പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത പള്ളിയായ പുത്തനേഴി പള്ളിയിൽ നിന്ന് നമുക്ക് ഏകദേശം 5,000 ചില്ല രൂപ പുത്തനേഴി പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മൊത്തം ഈ 3 പള്ളികളിൽ നിന്നായിട്ട് നമുക്ക് മൊത്തം കിട്ടിയ തുകയാണ് 17,500 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒക്കെ ആയിട്ട് ഈ പള്ളികളിൽ നിന്ന് നമ്മൾ പിരിച്ചെടുത്ത പണം എന്ന് പറയുന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസം നമ്മൾ പോയിട്ട് പള്ളികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം, അതിന്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം അങ്ങനെ വീഡിയോസ് എടുത്താണ്ട് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപേക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് കിട്ടിയ പണം എന്ന് പറയുന്നത് 17,500 രൂപ. 3 പള്ളികളിൽ നിന്നായിട്ട് നമുക്ക് കിട്ടിയത് 17,500 രൂപ. പിന്നെ നമ്മളുടെ വീഡിയോയിലെ അക്കൗണ്ടിലെ വരവ് എന്ന് പറയുന്നത് 3,27,509 രൂപ. നിലവിൽ നമ്മളുടെ ആ വീഡിയോ അക്കൗണ്ടിൽ ബാലൻസ് ആയി വെച്ചിട്ടുള്ളത് 5,595 രൂപ അതിൽ ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന 3,27,509 രൂപക്ക് ശേഷമുള്ള പൈസയാണ്. കാരണം 5,000 രൂപ നമ്മൾ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്, ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് 5,000 രൂപ ഫസ്റ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. കാരണം രാജുവിന്റെ പേരും അതുപോലെ തന്നെ നമ്മളുടെ കമ്മിറ്റിയിലെ ചെയർമാൻ, കൺവീനർ, ട്രഷറർ 3 പേരുടെ പേരിലായിരുന്നു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രാജുവിന്റെ പേരിലാണ് എന്ത് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്, ആ അക്കൗണ്ടിലേക്കാണ് ജോയിന്റ് അക്കൗണ്ട് ആക്കി മാറ്റിയിരുന്നത്. സൗത്ത് ഇന്ത്യൻ മേഖലയായിരുന്നു നമ്മളുടെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണും. അതിൽ ഒരു മായമോ മറിമായമോ ഒന്നുമില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അതിൽ നമുക്ക് വന്ന പണം എന്ന് പറയുന്നത് ഈ 5,595 രൂപ അക്കൗണ്ടിൽ കഴിച്ച് ബാക്കി നമുക്ക് വന്ന പണം എന്ന് പറയുന്നത് 3,27,509 രൂപ നമ്മളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള പണമാണ്. ഓക്കെ, അങ്ങനെ മൊത്തം നമുക്ക് വന്ന വരവ് എന്ന് പറയുന്നത് 5,57,006 രൂപ. അതായത് മൊത്തം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്തതും അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള പണം എന്ന് പറയുന്നത് 5,57,006 രൂപ. ഇത് ഒരുപാട് ലെങ്ത് കൂടും തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിരോധം തോന്നരുത്. കാരണം ഇത് ഇങ്ങനെ വീഡിയോ ചെയ്യണം. കാരണം ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് കുറച്ച് ലെങ്ത് കൂടിയാൽ നിങ്ങൾ ഇത് മൊത്തമായിട്ട് കാണണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇനി അതിന്റെ ചെലവുകളാണ്, നമുക്ക് ഏതൊക്കെ രീതിയിൽ പണം ചെലവായിട്ടുണ്ട് എന്നുള്ളതിന്റെ കറക്റ്റ് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിൽ മൊത്തം വരവ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 5,57,006 രൂപയാണ് നമുക്ക് മൊത്തം വരവ്. ചിലവ് ജ്വല്ലറിയിൽ നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്വർണം എടുത്തത് 1.25 പവനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ചെറിയ ഗ്രാമം അങ്ങോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ കറക്റ്റ് ഞാൻ പറയുന്നില്ല, കാരണം അതിന്റെ കറക്റ്റ് ആ ബില്ല് നോക്കിയാലേ അറിയുള്ളൂ. കാരണം മനസ്സിലില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് 1.25 പവന് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതില് ഒരു കുട്ടിയെ ഇറങ്ങി പോകുമ്പോ അതിന്റെ കയ്യിലോ കഴുത്തിലോ കാലിലോ ഒന്നുമില്ലാതെ ഇറക്കി വിടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ ആ സ്വർണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ജ്വല്ലറിയിൽ നമ്മൾ കൊടുത്തത് 1,41,000 രൂപയാണ് നമ്മൾ ജ്വല്ലറിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പണ്ടത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പലചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ നാട്ടുപുറത്താര് അങ്ങനെ ഒരു പറച്ചിലാണ് പറയുന്നത്. പലചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി, എണ്ണ, അതുപോലെ തന്നെ എന്താ പറയാ മറ്റു സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് വാങ്ങിച്ച കടക്ക് പറയുന്ന പേരാണ് പലചരക്ക്. ചില ആളുകളുടെ നാട്ടിൽ വേറെ വല്ല പേരൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാകുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തു പറഞ്ഞത്. അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാങ്ക് ത്രൂ തന്നെയാണ്. ഈ പൈസ നമ്മൾ കൊടുത്തിട്ടുള്ളത് 36,500 രൂപയാണ് എന്തിട്ടുള്ളത് നമുക്ക് പലചരക്ക് വീഡിയോയിൽ നമുക്ക് ബില്ലായി വന്നിരുന്നത്. അത് നമ്മൾ ബാങ്കിൽ നിന്ന് തന്നെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം. കാരണം ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങിച്ചാൽ കല്യാണത്തിനും സൽക്കാരത്തിനും ഉൾപ്പെടെ, ശനിയാഴ്ച കല്യാണമായിരുന്നു, ഞായറാഴ്ച സൽക്കാരം ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പലർക്ക് വീഡിയോയിൽ സൽക്കാരത്തിന് ഉൾപ്പെടെ ഉള്ളവില്ല കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ചിക്കന് കല്യാണത്തിനും സൽക്കാരത്തിനും ഉൾപ്പെടെ നമുക്ക് ചിക്കന് ബൈ ഹാൻഡ് ക്യാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കല്യാണ പന്തലിൽ വന്നിരുന്ന പൈസ നമ്മൾ എന്ത് ചെയ്ത് ക്യാഷ് ആയിട്ട് കൊടുത്തു. കാരണം തിങ്കളാഴ്ച വരെ കോഴിപ്പീടിയക്കാർക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അന്നന്ന് കണക്ക് ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച നമ്മളുടെ കയ്യിൽ വന്നിരുന്ന പണം ഉണ്ടായിരുന്നല്ലോ, ആ പണത്തിൽ നിന്ന് എന്ത് ചെയ്ത് അവർക്ക് ബൈ ഹാൻഡ് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുത്തു. അത് 37,800 രൂപയാണ്. 37,800 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ബൈ ഹാൻഡ് ആയിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ക്യാഷ് ഒക്കെ നമ്മൾ കൈമാറുന്ന സമയത്ത് ഇവരുടെ
എന്താ പറയാ വല്യച്ഛന്റെ മകനായ രാജു, അക്കൗണ്ട് ഹോൾഡർ രാജും നമ്മൾ കമ്മിറ്റിക്കാരൊക്കെ പോയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒറ്റക്ക് പോയിട്ട് അല്ലെങ്കിൽ വേറെ ആളുകളെ ഏൽപ്പിച്ച് ഒന്നല്ല ചെയ്തിട്ടുള്ളത്. കാരണം A to Z ഇതിന്റെ കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ. പിന്നെ വണ്ടി വാടക, അതായത് കല്യാണത്തിന്റെ അന്ന് പെണ്ണിന്റെ കൂടെ അങ്ങോട്ട് അടുക്കള കാണാൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വാടകയായിട്ട് നമുക്ക് ചെലവായിട്ടുള്ളത് വെറും 4000 രൂപ മാത്രമാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണ്, അറിയുന്ന വണ്ടിക്കാരാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പലചരക്ക് പീടി ആയി കഴിഞ്ഞാലും കോഴിപ്പീടി ആയി കഴിഞ്ഞാലും ജ്വല്ലറി ആയി കഴിഞ്ഞാലും ഇവരൊക്കെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ബില്ലിട്ടിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടി വാടക വന്നിട്ടുള്ളത് നമുക്ക് 4000 രൂപയാണ്. പിന്നെ അന്ന് തലേന്ന് രാത്രി കല്യാണ വീട്ടിൽ ചെലവാക്കിയിട്ടുള്ള ജനറേറ്ററും ലൈറ്റിനും വേണ്ടിയിട്ട് നമുക്ക് ആകെ വാങ്ങിച്ചിട്ടുള്ളത് ഇരിങ്ങാട്ടിലെ ബസീറാക്കയാണ്. മൂപ്പർ ആകെ വാങ്ങിച്ചിട്ടുള്ളത് വെറും 1000 രൂപയാണ് നമുക്ക് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുക്കിംഗ്, കല്യാണം പ്ലസ് സൽക്കാരം, കല്യാണത്തിനും സൽക്കാരത്തിനും രണ്ടിനും പാടെയായിട്ട് നമുക്ക് കല്യാണത്തിന്റെ അന്നകത്തെ ബില്ല് എന്ന് പറയുന്നത് 7000 രൂപ മാത്രമാണ്. നാസർക്ക, കണ്ണത്തിലെ നാസർക്കാണ് ഫുഡ് വെച്ചിരുന്നത്. അപ്പൊ മൂപ്പര് വെറും 7000 രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത് ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ പരമാവധി കുറച്ചിട്ടാണ് വാങ്ങിക്കുന്നത് എന്ന് മൂപ്പര് പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ സൽക്കാരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്തു, അതിന് 2000 രൂപ. അങ്ങനെ വെപ്പുകാർക്ക് നമ്മൾ കൊടുത്ത കൂലി എന്ന് പറയുന്നത് കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടും സൽക്കാരത്തിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അവർക്ക് കൊടുത്ത കൂലി എന്ന് പറയുന്നത് 9000 രൂപയാണ്. അതായത് പണ്ടാരിമാർക്ക് നമ്മൾ കൊടുത്ത കൂലി എന്ന് പറയുന്നത് 9000 രൂപ. പിന്നെ താലികെട്ടിന്റെ അന്ന് നമ്മൾ പൂജാ സാധനങ്ങൾ വാങ്ങിച്ച പൈസ ഉണ്ട്. പൂജാ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് 814 രൂപയാണ്. പൂജാ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായിട്ടുള്ളത്. പിന്നെ ഫാമിലി ഡ്രസ്സ്, അതായത് ഈ കുട്ടികളുടെ ഡ്രസ്സ്, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളൊക്കെ പാടെയായിട്ട് ചെരുപ്പൊക്കെ പാടെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചിലവായിട്ടുള്ളത് 3050 രൂപയാണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഒക്കെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ റെഡിയാണ് കേട്ടോ. എല്ലാ ബില്ലും A to Z കാര്യങ്ങൾ ബില്ലുണ്ട്. സംശയമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ തരാൻ തയ്യാറാണ്. ഇനി വാട്സപ്പിൽ ചോദിച്ചാൽ വാട്സപ്പിൽ വിട്ടരാനും ഞാൻ തയ്യാറാണ്. ഓക്കെ, പിന്നെ ഈ ലെഡ്ജർ ബുക്ക് ഉണ്ടല്ലോ, ലെഡ്ജർ ബുക്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വന്നുകൊണ്ട് പരിശോധിക്കുക. ഈ ലെഡ്ജർ ബുക്ക് എവിടേക്കും പോവില്ല. കറക്റ്റ് ഈ ലെഡ്ജർ ബുക്ക് ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ മരണം വരെ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പിന്നെ തിരുമേനിക്ക് ദക്ഷിണയായിട്ട് നമ്മൾ കൊടുത്തത് വെറും 500 രൂപ മാത്രമാണ് തിരുമേനിക്ക് ദക്ഷിണയായിട്ട് നമ്മൾ കൊടുത്തത്. പിന്നെ ജനറേറ്ററിന് കല്യാണ തലേന്ന് രാത്രി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ജനറേറ്ററിന് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജനറേറ്ററിന് നമുക്ക് പെട്രോളിന് ചിലവായിട്ടുള്ളത് 400 രൂപയാണ്. അതുപോലെ തന്നെ വിറക് അവർ മലയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മല. അപ്പോൾ മലയിൽ നിന്ന് വിറകുപോലെ എല്ലാവരും പാടെ കൂടിയാണ്ട് അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന വിറകാണ്. പക്ഷെ ആ വിറക് വെട്ടിപ്പൊളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് 600 രൂപ ചിലവായിട്ടുള്ളത്. ഓക്കെ, പന്തല്, കയറ്, ചരക്ക്, വണ്ടി വാടക, ഇതൊക്കെ പാടെ നമുക്ക് ചിലവായിട്ടുള്ളത് വെറും 5400 രൂപയാണ്. കാരണം ഒരു കല്യാണത്തിന് പന്തലിട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു 30,000-40,000 രൂപ പന്തലിന് വാടക വരലുണ്ട്. പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇവര് വാടകയായിട്ട് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ പന്തലിടാൻ വേണ്ടിയിട്ട് നല്ല സീസണാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കയറും അതുപോലെ തന്നെ ചരക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് 3 ഡെക്കറേഷനുകളിൽ നിന്നായിട്ടാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. കാരണം രാജു എന്ന് പറയുന്നത് പന്തപ്പണിക്കാരനാണ്. അപ്പോൾ ഞാനും പന്തപ്പണി എടുത്തിരുന്ന ആളാണ്. അപ്പൊ നമ്മൾക്ക് അറിയുന്ന ആളുകളാണ് ഈ ഡെക്കറേഷന്റെ ആളുകൾ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് അവർ സാധനങ്ങളായിട്ട് എന്ത് ചെയ്താണ്, നമുക്ക് കൊണ്ടുപോയിക്കോളൂ, നിങ്ങളെ കാര്യങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പണമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ബാക്കി വന്ന് നമുക്ക് വണ്ടി വാടകയും മറ്റുമായിട്ടുള്ള എക്സ്പെൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, 5400 രൂപ. ഒരു പന്തലിന് ഇത്ര ഉള്ളൂ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും. പന്തലിന് അത്ര ഒന്നല്ല, പന്തലിന് അതിന്റെ മുകളിൽ വാടക വരും. പക്ഷെ ഇതിങ്ങനെ ഒരു കേസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വെറും 5400 രൂപ നമുക്ക് ചിലവായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കല്യാണത്തിന്റെ കണക്കുകൾ. ഇനിയിപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു 4700 ആണ്. 4700 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആംബുലൻസ്. അയ്യപ്പേട്ടനെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അയ്യപ്പേട്ടൻ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആംബുലൻസിന് നമ്മൾ വാടകയായിട്ട് കൊടുത്തിട്ടുള്ളത് 3000 രൂപയാണ്. കോഴിക്കോട് നിന്ന് കരുവാരണ്ടേക്ക് വാടകയായിട്ട് കൊടുത്തിട്ടുള്ളത് 3000 രൂപയാണ്. പിന്നെ അയ്യപ്പേട്ടന് മരുന്ന് അടിക്കാണ്ടായിരുന്നു. ഒരാഴ്ചത്തോളം എന്ത് ചെയ്യാണ്ടായിരുന്നു, ഒരു ഇൻസുലിൻ അടിക്കാണ്ടായിരുന്നു അയ്യപ്പേട്ടന്. അപ്പൊ ആ ഇൻസുലിൻ അടിക്കാൻ വേണ്ടിയിട്ട് 4 ദിവസത്തെ മരുന്ന് അവർ മേടിച്ചിരുന്നത്. പിന്നെ 5-ാം ദിവസമാണ് നമ്മളുടെ കൂടെ പോന്നപ്പോഴാണ് എന്ത് ചെയ്തത്, മരുന്നിന്റെ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ആ മരുന്ന് വാങ്ങിച്ചു കൊടുത്തത് നമുക്ക് ചിലവായിട്ടുള്ളത് 1500 രൂപയാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവിന് നമുക്ക് കരുവാരക്കുണ്ട് പാലിയേറ്റീവിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യപ്പേട്ടൻ്റെ ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഒരു കട്ടിലും ബെഡും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവിടെ പോയി കരുവാരക്കുണ്ട് പോയി ഇവിടെ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന വണ്ടി വാടക മാത്രമായിട്ട് 200 രൂപ മാത്രമാണ് വണ്ടി വാടകയായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വണ്ടി വാടക മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് പാലിയേറ്റീവിന് ഒരു നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ രോഗികളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകളാണ് പാലിയേറ്റീവ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഇതിൽ കല്യാണത്തിനും ഈ പറയുന്ന ആംബുലൻസ്, അയ്യപ്പേട്ടന്റെ മരുന്ന്, പാലിയേറ്റീവിൽ നിന്ന് കട്ടിൽ കൊണ്ടുവന്നത് ഉൾപ്പെടെ നമുക്ക് വന്ന ചെലവ് എന്ന് പറയുന്നത് 2,44,764 രൂപയാണ് മൊത്തം നമുക്ക് ചെലവായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കല്യാണ ആവശ്യത്തിന് നമുക്ക് ചെലവായിട്ട് വന്നിട്ടുള്ളത്. അതായത് 2,44,764 രൂപ നമുക്ക് ചെലവാണ്.
അപ്പൊ നമുക്ക് അതിന് മൊത്തം വരവ് വന്നിട്ടുണ്ടായിരുന്നത് 5,57,006 രൂപ. അപ്പൊ അതിന് 5,57,006 രൂപയിൽ നിന്ന് 2,44,764 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് വന്ന പണം എന്ന് പറയുന്നത് 3,12,242 രൂപ. ഓക്കെ, അപ്പൊ ഈ 3,12,242 രൂപ നമ്മൾ കുടുംബത്തെ ഏൽപ്പിച്ച് അതിൽ നിന്ന് ഒരു 10,000 രൂപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ തന്നെയുള്ള അച്ഛനില്ലാത്ത 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്തു, ഈ പ്രാവശ്യം സ്കൂളിലേക്ക് വേണ്ട, അതായത് ഞങ്ങൾ ക്ലബ്ബുകാർ ചെയ്യലാണ്, ഇവിടെ NFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെയ്യലാണ് അവർക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ എന്ത് ചെയ്ത് അവർക്ക് നമ്മൾ ഈ ഒരു പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്തു, 10,000 രൂപ അവർക്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ട സ്കൂളിലേക്ക് വേണ്ട ബാഗ്, അതുപോലെ തന്നെ നോട്ട്ബുക്ക്, അതുപോലെ സ്കൂളിലേക്ക് വേണ്ട A to Z സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വന്നിട്ടുള്ള പൈസ 9,960 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് അതിനായിട്ട് ചെലവായി വന്നിട്ടുള്ളത്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ ഈ ഒരു വർഷം അവർക്ക് എന്താ പറയാ സ്കൂളിലേക്ക് പോകാനുള്ള A to Z സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചെരുപ്പ്, ഷൂസ് എന്നുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അച്ഛനില്ലാത്ത കുട്ടിയാണ്, അത് നമ്മളിവിടെ എടുത്ത് പറയേണ്ട ഒരു കേസാണ്. കാരണം അച്ഛനില്ലാത്ത കുട്ടികളെ നമ്മൾ സഹായിക്കണം, സഹകരിക്കണം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി വന്ന 3,02,242 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറയുന്ന രാജുവിന്റെ പേരിൽ ഇതാക്കണം. ഇതിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കട്ടെ. നമ്മൾ അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്തിരുന്നു. ആ എഗ്രിമെന്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. കാരണം എന്താണ് ആ എഗ്രിമെന്റിൽ ഉള്ളത് നിങ്ങളൊന്ന് കേൾക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ എഗ്രിമെന്റ് മൊത്തം ഒന്ന് വായിക്കാം. കൊല്ലം 1200 ഇടവം 1 15/5/2025 2025 മെയ് മാസം 15-ാം തീയതി നിലമ്പൂർ താലൂക്ക് കരുവാരക്കുണ്ട് അംശം ചേറുമ്പ് ദേശത്ത് തോണിക്കര അയ്യപ്പൻ മകൾ ഡാഷ് എന്നവർ മേപ്പടി അംശം ദേശത്ത് താമസക്കാർ ചികിത്സാ കമ്മിറ്റി കൺവീനർ തോരക്കണ്ട ജംഷീർ, ചെയർമാൻ രാജു തോണിക്കര, ട്രഷറർ കാവിൽകുത്ത് ഫവാസി എന്നിവർ കൂട്ടായി എഴുതുന്ന സമ്മതപത്രം. എന്റെ അച്ഛൻ മേൽപ്പറഞ്ഞ അയ്യപ്പൻ എന്നവരുടെ അത്ഭുതം ചികിത്സയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടി ആലോചിച്ച് തീരുമാനിച്ച പ്രകാരം 11/5/2025 തീയതി കൂടിയ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിൽ കൂടി കമ്മിറ്റി മേൽപ്പറഞ്ഞ കൺവീനർ ചെയർമാൻ ട്രഷറർ കെ, ജോയിന്റ് കൺവീനർ വിനോദ് PP, വൈസ് ചെയർമാൻ രതീഷ് K, രക്ഷാധികാരി അമൽ M എന്നീ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായ തുകയും മകളുടെ വിവാഹത്തിന് ആവശ്യമായ തുകയും സമാഹരിക്കുന്നതിന് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതും ബാക്കി തുക നീക്കിയിരിപ്പ് വരുന്നു എങ്കിൽ കമ്മിറ്റി അംഗങ്ങളായ മേൽപ്പറഞ്ഞ മെമ്പർ കൂടി ആലോചിച്ച് മറ്റ് ധനസഹായം ആവശ്യം വരുന്ന രോഗികൾക്കോ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ട്രസ്റ്റിനോ വിനിയോഗിക്കുന്നത് എപ്രകാരമോ അപ്രകാരം തീരുമാനിച്ച് വിനിയോഗിക്കാവുന്നതും. അങ്ങനെ നീക്കിയിരിപ്പ് തുകയുടെ T. അയ്യപ്പൻ എന്നവരുടെ കുടുംബങ്ങൾക്കോ ടിയാന്റെ അവകാശികളെ ബന്ധുക്കളോ പിന്തുടർച്ചക്കാരോ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിക്കുകയില്ല എന്നും അപ്രകാരം ഉന്നയിച്ചാൽ തന്നെ അത് നിലനിൽക്കുകയില്ല എന്നും ഇതിനാൽ ഞാൻ പരിപൂർണ സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പൻ എന്നവരുടെ സഹായ ചികിത്സാ കമ്മിറ്റിയോടുള്ള സ്നേഹവും ബഹുമാനവും വിശ്വാസവും നിലനിർത്തി താഴെ പേരെഴുതി ഒപ്പിടുന്നവർ കാണെ ഞാൻ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു. ഒപ്പിട്ടുള്ളത് കൺവീനർ രാജു, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് ഇയാളുടെ ജ്യേഷ്ഠന്റെ മകനാണ് രാജു, ഓലെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് രാജു. പിന്നെ ചെയർമാൻ ഞാനായിരുന്നു, ജംഷീർ ഞാനായിരുന്നു. പിന്നെ ട്രഷറർ നമ്മുടെ നാട്ടിൽ തന്നെ ഫവാസി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു, മുഹമ്മദ് ഫവാസി. അപ്പൊ അവർ മുഖാന്തരം പിന്നെ സാക്ഷികളായിട്ട് സുബ്രഹ്മണ്യന്, പിന്നെ അതുപോലെ തന്നെ നിഷീദ് S സൂത്രത്തില്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അവരുമായിട്ട് മറ്റൊരു ഇതിൽ തന്നെ നമ്മൾ മറ്റൊരു എഗ്രിമെന്റ് കൂടെ എഴുതി. അത് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: തോണിക്കര അയ്യപ്പൻ മകളുടെ വിവാഹത്തിൽ വന്ന തുകയും അവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് വന്ന തുകയുമായ 5,57,006 രൂപയിൽ നിന്ന് കല്യാണ ചെലവ് തുകയായ 2,44,764 രൂപ കഴിച്ച് ബാക്കി തുകയായ 3,12,242 രൂപ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ ജംഷീർ TK, ചെയർമാൻ രാജു തോണിക്കര, ട്രഷറർ മുഹമ്മദ് ഫവാസ് KK, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവരിൽ നിന്ന് പണമായി തോണിക്കര അയ്യപ്പന്റെ ജ്യേഷ്ഠന്റെ മകനായ രാജു തോണിക്കരയെ ഏൽപ്പിക്കുകയും ഈ പണം തോണിക്കര അയ്യപ്പന്റെ ചികിത്സാ ചിലവിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. കമ്മിറ്റി മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കുടുംബാംഗങ്ങളായ ഞങ്ങൾ സമ്മതമാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം 27/5/2025 ചൊവ്വ ഇന്നേ ദിവസം മുതൽ ഞങ്ങൾക്ക് സ്വന്തമായിരിക്കുമെന്ന് ഞങ്ങൾ സ്വമേധയാ സമ്മതിച്ച് താഴെ പറയുന്ന സാക്ഷികൾ മുഖാന്തരം ഉറപ്പ് നൽകുന്നു. അതിന് സാക്ഷിയായിട്ട് ഒന്ന് രതീഷ്, ഒന്ന് സതീഷ്, അതുപോലെ തന്നെ സാക്ഷികളായിട്ട് അവർ രണ്ടുപേരും കുടുംബാംഗങ്ങളാണ്, അവർ ഒപ്പിട്ട്. അതിനുശേഷം സാക്ഷികളായിട്ട് നിഷീദും ശിവപ്രസാദ് T എന്ന് പറയുന്ന ആളുമാണ് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബാക്കി വന്ന തുക എന്ന് പറയുന്നത് 3,12,242, അതിൽ 10,000 രൂപ അവരുടെ സമ്മതപ്രകാരമാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം അവരോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ സ്വമേധയുള്ള സമ്മതപ്രകാരം നമ്മൾ എന്ത് ചെയ്തു, ഈ 10,000 രൂപ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കുട്ടികൾക്ക് ഡ്രസ്സ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു രോഗിയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അവരെന്തോ മാറ്റി വെക്കുന്നുണ്ട്, മാറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നത്. അതിലൊന്നും നമ്മൾ കൈ കടത്തിയിട്ടില്ല. കാരണം നമ്മൾ വാങ്ങിച്ച് അത് മറ്റൊരു രോഗിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പോക്കറ്റ് കിട്ടുന്നില്ല നിങ്ങൾ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ കൈ കടത്തിയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ 3,00,000
12,200 സംതിങ് രൂപ ഉണ്ടല്ലോ, ആ പൈസ നമ്മൾ കുടുംബത്തെ ഏൽപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. കുടുംബത്തിന് മുൻപിൽ ഇരുന്നുകൊണ്ട് ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കുടുംബത്തിനും അവതരിപ്പിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരം നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് പിരിയുന്നത്. അതായത് 26-ാം തീയതിയാണ് നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് രാത്രി 12 മണിക്കാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പോൾ 27-ാം തീയതി മുതലാണ് അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അയ്യപ്പേട്ടന്റെ ചികിത്സയിലേക്കാണ് ഈ പണം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്ന തുകയായ പണം ബാക്കി അയ്യപ്പേട്ടന്റെ ചികിത്സയിലേക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് എപ്പോൾ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. ഞങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളതും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ചെലവഴിക്കുന്ന പണത്തിന്റെ കറക്റ്റ് ബില്ലും കാര്യങ്ങളും അവരുടെ കയ്യിൽ വെക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ സഹായിച്ച ഈ അയ്യപ്പേട്ടന്റെ മകളുടെ വിവാഹത്തിന്റെ വരവ് ചിലവ് കണക്കുകൾ. ഇത്രയും പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കൊയങ്ങി മക്കളെ, 1/2 മണിക്കൂറോളായിരിക്കും ഈ വീഡിയോ കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് ടൈമൊക്കെ ഒന്ന് ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്താണ്ട് കുറച്ച് കുറക്കും. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്താ പ്രശ്നം എന്നറിയോ, ചാറ്റിയുടെ തട്ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ഞാനും ഒരു ചാറ്റി തട്ടിപ്പുകാരനാവും. അതുകൊണ്ടാണ് വള്ളി പുള്ളി തെറ്റാതെ A to Z കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് ഈ രീതിയിൽ തന്നെ കണക്കുകളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ കണക്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ഈ താഴെ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുള്ളതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. കാരണം ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇന്നലെ വരെ ഞാൻ ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തിങ്കളാഴ്ച ഉച്ചയായപ്പോഴാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന്റെ മുൻപ് തിങ്കളാഴ്ച കുറച്ച് പൈസ ആയിക്ക് വന്നിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് സഹകരിച്ച് നമ്മളുടെ കൂടെ നിന്ന് വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട്. ബൈ.